ബിഗ് ബോസ് മലയാളം സീസൺ 6 ശക്തരായ മത്സരാർത്ഥികളിൽ ഒരാളാണ് ജിൻഡോ. തുടക്കം മുതൽക്ക് തന്നെ നിറസാന്നിധ്യമായി മാറാൻ ജിൻഡോയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ബിഗ് ബോസ് വീട്ടിനകത്തേക്ക് എല്ലാവരും തനിക്കെതിരെ നിൽക്കുമ്പോഴും പ്രേക്ഷകരുടെ പ്രീതി നേടാൻ ജിൻഡോയ്ക്ക് സാധിച്ചു. ഈ സീസണിലെ ഒറ്റയാൾ പോരാളിയാണ് ജിൻഡോ. അതേസമയം ജിൻഡോയുടെ പല പരാമർശങ്ങളും വിവാദമാവുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴിതാ ജിൻഡോയെക്കുറിച്ച് നടൻ ജോജു ജോർജ് പറഞ്ഞ വാക്കുകളാണ് ചർച്ചയായി മാറിയിരിക്കുന്നത്. ബിഗ് ബോസ് വീട്ടിലേക്ക് താരങ്ങളെ കാണാനായി വന്നതായിരുന്നു ജോജു. താരത്തിനൊപ്പം മുൻ ബിഗ് ബോസ് മത്സരാർത്ഥികളായ സാഗർ സൂര്യയും ജുനൈസും ഉണ്ടായിരുന്നു. ജോജു ആദ്യമായി സംവിധാനം ചെയ്യുന്ന പണി എന്ന സിനിമയുടെ മോഷൻ പോസ്റ്റർ പുറത്തിറക്കുന്നതിനായാണ് താരങ്ങൾ ഷോയിലെത്തിയത്. മൂവർക്കുമൊപ്പം ചിത്രത്തിലെ നായിക അഭിനയവും എത്തിയിരുന്നു. ബിഗ് ബോസ് വീട്ടിലേക്ക് കയറി വന്ന ജോജുവിനെ താരങ്ങളെല്ലാം ചേർന്ന് കൈയടിച്ചും ഹസ്തദാനം ചെയ്തും സ്വീകരിക്കുകയായിരുന്നു. ഇതിനിടെ ജിൻഡോയെ കണ്ടതും എനിക്കിവനെ അറിയാമെന്ന് ജോജു പറയുകയായിരുന്നു. പിന്നാലെ ജിൻഡോ തന്നെ ട്രെയിൻ ചെയ്യിപ്പിച്ചതിനെക്കുറിച്ചും ട്രെയിൻ ചെയ്യുന്നതിനിടെ സിനിമയിൽ അവസരം ചോദിച്ചതുമൊക്കെ ജോജു പറഞ്ഞു. അതേസമയം ജിൻഡോ ഈ സിനിമയിൽ ഉണ്ടാകേണ്ടതായിരുന്നു, അപ്പോഴേക്കും ബിഗ് ബോസിലേക്ക് പോയെന്നും ജോജു പറഞ്ഞു. പിന്നാലെയാണ് ജിൻഡോയെക്കുറിച്ച് ജോജു മനസ്സ് തുറന്നത്. ഒരു അവാർഡ് ഷോയിൽ പുരസ്കാരം വാങ്ങാൻ നിൽക്കുകയായിരുന്നു ഞാൻ. ആ ഒരു ടെൻഷനും കാര്യങ്ങളുമൊക്കെ ആ സമയത്തുണ്ടാകും. നമ്മൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് അറിയാം. ഒരു അവാർഡ് എന്നത് ചെറുതായാലും വലുതായാലും വലിയൊരു കാര്യമാണ്. സ്റ്റേജിൽ കയറാൻ റെഡിയായി നിൽക്കുന്ന സമയത്ത് ഒരാൾ ബാക്കിൽ നിന്നും വിളിച്ചു. ഞാൻ പേഴ്സണൽ ട്രെയിനർ ആണെന്നൊന്ന് പറഞ്ഞേക്കാമോ എന്ന് ചോദിച്ചു എന്നാണ് ജോജു പറയുന്നത്. അത് അയാളുടെ ഒരു സർവൈവലാണ്. അന്ന് അയാൾ അത് ചെയ്തു. ജിൻഡോയെ ഇവിടെ കണ്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നിയില്ല. ഇവിടെ വന്നതിന് ശേഷമാണ് ജിൻഡോ വന്നെന്ന് ഞാൻ അറിയുന്നത്. എനിക്ക് രക്ഷപ്പെട്ടേ മതിയാകൂ എന്നൊരാൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരു പഠനവും ഒന്നുമില്ല, ആവശ്യത്തിന് മുന്നിലെത്തും എന്നും ജോജു പറയുന്നുണ്ട്. ജിൻഡോയെക്കുറിച്ചുള്ള ജോജുവിൻ്റെ വാക്കുകളെ കയ്യടികളോടെയാണ് സഹമത്സരാർത്ഥികൾ സ്വീകരിച്ചത്. ഈ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുകയാണ്. നിരവധി പേരാണ് കമൻറ്റുകളുമായി എത്തിയിരിക്കുന്നത്. സീറോയിൽ നിന്നും എല്ലാം പടുത്തുയർത്തിയവൻ ഇന്ന് ബിഗ് ബോസ് പോലെ ലോകം കാണുന്ന ഷോയിൽ എത്തി നിൽക്കുന്നുവെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ നിശ്ചയദാർഢ്യവും കഠിന പ്രയത്നവും കൊണ്ട് മാത്രമാണ്. ഇതേ പാതയിലൂടെ സഞ്ചരിച്ച ആളായതുകൊണ്ടാണ് ജോജുവിന് അത് റിലേറ്റ് ചെയ്യാൻ കഴിഞ്ഞതെന്നായിരുന്നു ഒരാളുടെ കമൻറ്റ്. അതേസമയം ഈ ആഴ്ചയിലെ നോമിനേഷനിൽ നിന്നും ജിൻഡോ രക്ഷപ്പെട്ടു. ഇതാദ്യമായിട്ടാണ് ജിൻഡോ നോമിനേഷനിൽ നിന്നും രക്ഷപ്പെടുന്നത്. സിജോ, സായി എന്നിവരും നോമിനേഷനില്ല. ബിഗ് ബോസ് മലയാളം സീസൺ 6 അവസാന നോമിനേഷനായിരുന്നു ഇന്ന് അരങ്ങേറിയത്. അൻസീബയും അപ്സരയുമാണ് പോയ വാരം ബിഗ് ബോസിനോട് വിട പറഞ്ഞു പോയത്.